ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് സി ഫോർ കുക്കിംഗ്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 7 ഇഞ്ചിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് ടീന് ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ സീവ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൻ്റെ മേലെ ഒരു അരിപ്പ് വെച്ച് കൊടുത്ത് അതിലേക്ക് 3/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് ഡാർക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒരു 1-2 പ്രാവശ്യമൊക്കെ നന്നായിട്ട് സീവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഇല്ലാത്തൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 4 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് എഗ്ഗിൻ്റെ സ്മെല്ലില്ലായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ലോ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. എന്നിട്ട് വേണം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിത് സ്പീഡ് കൂട്ടി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണം. ഇതിൻ്റെ യെല്ലോ കളറൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ട് വൈറ്റ് കളറിലേക്ക് മാറുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് 4 ഡ്രോപ്സ് ബട്ടർ എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബട്ടർ എസൻസ് ഇപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്താൽ പിന്നെ നമ്മൾ ഓവർ ബീറ്റ് ചെയ്യരുത്. അങ്ങനെ ഓവർ ബീറ്റ് ചെയ്താൽ കേക്ക് ഹാർഡായി പോവും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എഗ്ഗ് ബീറ്റ് ചെയ്തത് ഇവിടെ റെഡിയായി. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരിക്കലും ഒന്നിച്ചിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യരുത്. ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ സ്പാച്ചിൽ ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് നടുക്കിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ അതുപോലെ തന്നെ ചുറ്റിച്ച് കൊടുക്കാം. അങ്ങനെ സ്പാച്ചുല കൊണ്ട് സാവധാനം കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ബാച്ചും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ സാവധാനം മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഒന്നിച്ചിട്ട് എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ പൊങ്ങി വന്നിട്ടുള്ള ഈ എഗ്ഗ് അതുപോലെ അങ്ങ് താന്നു പോകും. അതുപോലെ തന്നെ നമ്മുടെ കേക്കും പൊങ്ങി വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സാവധാനം മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കട്ട പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അല്ലാതെ നമ്മൾ കേക്ക് ടീനിലേക്ക് ഇത് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ ആ കേക്കിൽ തന്നെ ഇതുപോലെ തന്നെ കട്ട പിടിച്ച് നിൽക്കുന്നുണ്ടാവും നമ്മൾ ലെയറായിട്ടൊക്കെ കട്ട് ചെയ്യുമ്പോൾ. ഇനി നമുക്കിത് തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ടീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലല്ലാതെ തന്നെ നമുക്ക് കുക്കറിലും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കുക്കറിൻ്റെ വെയിറ്റ് ഊരി വെച്ചിട്ട് ഉപ്പും അതുപോലെ തന്നെ ഒരു തട്ടും വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ കേക്ക് ടീൻ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് 30-35 മിനിറ്റ് കൊണ്ട് ബേക്കായി കിട്ടും. കേക്ക് ബേക്കാകുമ്പോഴേക്കും നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. 1.5 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് പിന്നെ സ്പീഡ് കൂട്ടി കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒരിക്കലും ഹൈ സ്പീഡിലോട്ട് ബീറ്റ് ചെയ്യരുത്. ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക, പിന്നെ സ്പീഡ് കൂട്ടി കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ക്രീം നല്ല സ്റ്റിഫായി ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടണം.
ഇപ്പോൾ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ ക്രീം നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 35 മിനിറ്റിന് ശേഷം നമ്മൾ കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നടുക്ക് നല്ല ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്, കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇത് ഒരു വയറാക്കിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് അതിന് മേലിലും സൈഡിലൊക്കെ ഉള്ള ബട്ടർ പേപ്പർ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ടേൺ ടേബിളിന് മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കാം. അതിന് നടുക്ക് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്ക് ഇതിന് മുകളിൽ നിന്ന് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ ഏറ്റവും മുകൾ ഭാഗമാണ് നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ലെയറിലേക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളത്തിലേക്ക് 4 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ് ഈ ഷുഗർ സിറപ്പ്. നന്നായിട്ട് വെറ്റായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ചോക്ലേറ്റ് ഗ്രേറ്റ് ഇതിൻ്റെ കൂടെ ചെറിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ അളവും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ തന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ 3rd ലെയർ വെച്ച് കൊടുക്കാം. 3rd ലെയർ എന്ന് പറയുന്നത് കേക്കിൻ്റെ ഏറ്റവും അടിഭാഗമാണ്. അത് നമ്മൾ കേക്കിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതും അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുത്ത് അതിന് മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കേക്കിന് നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഈ ഷുഗർ സിറപ്പ് നമ്മൾ തിളപ്പിച്ചിട്ട് ഉപയോഗിക്കുന്നത് 1-2 ദിവസത്തിൽ കൂടുതലൊക്കെ നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ, തിളപ്പിക്കാതെയുള്ള ഷുഗർ സിറപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കേക്കിൽ പൂപ്പൽ വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിളപ്പിച്ചിട്ട് ഷുഗർ സിറപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ക്രം കോഡ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിന് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതിന് ശേഷം ബാക്കിയുള്ള ക്രീമും കൂടെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കേക്കിനെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ കേക്കിനെ ഒരുവിധം നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ഡെക്കറേഷൻസൊക്കെ ചെയ്തെടുക്കാം. ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് റോസറ്റ നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് അത് റോസ് ഫ്ലവറിൻ്റെ ഷേപ്പായിട്ട് കിട്ടും.
കേക്കിൻ്റെ മുകളിൽ 2 ലൈനായിട്ട് ഇങ്ങനെ റോസ് ഫ്ലവർ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കുള്ള ഗ്യാപ്പിൽ നമുക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കേക്കിൻ്റെ താഴ്ഭാഗത്തും ചെറിയൊരു ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. സൈഡ്സിലും അതുപോലെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 4-5 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് സെറ്റായിട്ട് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.